പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ ഡാൻഡ്രഫിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു ക്യൂറബിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഡാൻഡ്രഫ് ജനറ്റിക് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലൗഡ്. നമ്മുടെ ചാനലിൽ ഹെയർ റിലേറ്റഡ് നമ്മൾ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോയിലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സംബന്ധിച്ച് ഹെയർ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നത്. എനിക്ക് മെസ്സേജ് അയച്ചവർക്കും കമന്റ് ചെയ്ത എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് എനിക്ക് വന്നിരിക്കുന്ന കമന്റും അല്ലെങ്കിൽ DM എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫിനെ റിലേറ്റ് ചെയ്തിട്ട് കുറെ ആൾക്കാർ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ. ഡാൻഡ്രഫിന് നമുക്ക് കുറെ ഹോം റെമഡീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡാൻഡ്രഫിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഹോം റെമഡി പ്രിഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡാൻഡ്രഫ് എന്താന്ന് നമ്മൾ അറിയണം. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന് ഒരു കോമൺ കണ്ടീഷൻ ആണ്. എല്ലാവരുടെ തലയിലും ഈ ഒരു ഡെഡ് സ്കിന്നിനെ ഷെഡ് ചെയ്ത് കളയുന്ന പ്രോസസ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഡെഡ് സ്കിൻസ് കൂടുതലായിട്ട് ഷെഡ് ചെയ്ത് കളയുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ഹെഡിലുള്ള നാച്ചുറലി പ്രോസസ് ചെയ്യുന്ന ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് ഫ്ലേക്സ് ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വിസിബിൾ ആവുന്നു. ആ വിസിബിൾ ആവുന്ന സ്റ്റേജിലാണ് നമ്മൾ ഡാൻഡ്രഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഡെഡ് സ്കിൻസിനെ എല്ലാവരുടെ തലയിലും ഡെഡ് സ്കിൻസിനെ ഒഴിവാകുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ നമ്മൾ ഡാൻഡ്രഫ് ഇല്ലാത്തവരുടെ തലയിലും അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് നടക്കുന്ന ഒരു ഫോർമാറ്റ് ആവുന്ന സമയത്താണ് നമ്മൾ അതിന് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഡാൻഡ്രഫിന് യൂസ് ചെയ്ത റെമഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഡാൻഡ്രഫ് ഏത് തരത്തിലുള്ള ഡാൻഡ്രഫാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ അസുഖം എന്താണോ ആ അസുഖത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവത്തുള്ളൂ, അല്ലെ? ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പ് ഡാൻഡ്രഫ് ഉണ്ട്. അതായത് ഡ്രൈ ഡാൻഡ്രഫും വെറ്റ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇതിൽ ഡ്രൈ ആൻഡ് വെറ്റ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഡ്രൈ ഡാൻഡ്രഫ് ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അങ്ങനെ ഡ്രൈനെസ്സിലൂടെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഈ വൈറ്റ് പൊടികൾ വരുന്നതിനാണ് ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. പക്ഷെ വെറ്റ് ഡാൻഡ്രഫ് ആണെങ്കിൽ നമ്മളെ സ്കാൽപ്പ് എപ്പോഴും ഓയിലി ആയിരിക്കും. ആ ഓയിലിൽ നിന്ന് ഫോം ചെയ്യുന്ന ഡാൻഡ്രഫിനെയാണ് നമ്മൾ വെറ്റ് ഡാൻഡ്രഫ് എന്ന് നമ്മൾ പറയുന്നത്. ഹോട്ട് ഓയിൽ മസാജ് ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണെന്ന് എല്ലാവരും പറയും. പക്ഷെ ചിലർക്ക് അത് യൂസ് ആവുന്നില്ല. അത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അത് ഈ ഡാൻഡ്രഫിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയാതെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിലേക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നല്ല രീതിക്ക് നമ്മളെ ഡാൻഡ്രഫിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഓയിലി ഡാൻഡ്രഫ് ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് വെറ്റ് ഡാൻഡ്രഫ് ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ സ്കാൽപ്പിൽ നമ്മൾ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 0% ഔട്ട് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മളുടെ ഡാൻഡ്രഫിന് യൂസ്ഫുൾ ആവില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്തതിന് മുന്നേ അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്തതിന് മുന്നേ തന്നെ നമ്മളുടെ ഡാൻഡ്രഫ് ഏത് ടൈപ്പ് ഡാൻഡ്രഫ് ആണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. സോ നമുക്ക് നമ്മുടെ ഡാൻഡ്രഫ് ഏത് ടൈപ്പ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ നമുക്ക് ആദ്യം ഡ്രൈ സ്കാൽപ്പ് ഡാൻഡ്രഫിനെ കുറിച്ച് പറയാം. അതായത് നമ്മൾ വിന്ററിൽ അടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ഡ്രൈ സ്കാൽപ്പ് ഡാൻഡ്രഫ് ആണ്. അതിൽ നമുക്ക് എങ്ങനെയാണ് അത് ഡ്രൈ സ്കാൽപ്പ് ഡാൻഡ്രഫ് ആണെന്ന് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിക്ക് തലയിൽ ഇച്ചിങ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ തല ഭയങ്കര ഡ്രൈ ഫീൽ വരും. പിന്നെ നമ്മളെ ഡാൻഡ്രഫിന്റെ കളർ ഭയങ്കര വൈറ്റ് പൊടികളായിട്ടായിരിക്കും അതിന്റെ കളർ ഉണ്ടാവുക. അപ്പൊ നമ്മൾ വിന്റർ ഒക്കെ കാണുന്ന സമയത്ത് നമ്മളെ സ്കാൽപ്പ് എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിക്ക് നോക്കുക. അതായത് ഓയിൽ കണ്ടന്റ് അല്ലെങ്കിൽ ഡെയിലി വാഷ് ചെയ്യുക. ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഡെയിലി ഹെഡ് വാഷ് ചെയ്യുന്നത് നല്ലത് ആയിട്ട് നമ്മുടെ ഡാൻഡ്രഫ് കുറയ്ക്കാൻ വേണ്ടി ഇംപ്രൂവ് ആക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, വിന്റർ ആണെങ്കിലും ഡാൻഡ്രഫ് ഉള്ളവർ ഡെയിലി ഹെയർ വാഷ് നിർബന്ധമാക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളെ വെറ്റ് ഡാൻഡ്രഫ്. അത് നമ്മളിപ്പോ ഈ വിന്റർ സീസണിലേക്കല്ല, നമ്മുടെ തലയിൽ ഓൾറെഡി നമ്മൾ ഓയിലൊന്നും തേച്ചിട്ടില്ല എങ്കിലും നമ്മളെ തലയിൽ നാച്ചുറൽ ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് നടക്കുന്നുണ്ട്. ആ ഓയിൽ പ്രൊഡ്യൂസിൽ നിന്നും നമുക്ക് ഡാൻഡ്രഫ്, അത് നമ്മൾ ഈ ഓയിൽ പ്രൊഡ്യൂസ് നടക്കുന്ന തലയിൽ നമ്മൾ പിന്നെയും ഓയിൽ ഇടുന്ന സമയത്ത് അങ്ങനെ ഫോം ആവുന്ന ഡാൻഡ്രഫ് ആണ് ഈ വെറ്റ് ഡാൻഡ്രഫ് കാറ്റഗറിയിലേക്ക് വരുന്നത്. അതിന് ഗ്രീസി അല്ലെങ്കിൽ ഓയിൽ ഡാൻഡ്രഫ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കാൽപ്പ് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ വൈറ്റ് ഫ്ലേക്സ് ആണ് വരുന്നതെങ്കിൽ ഇതെന്ന് വരുന്നത് താരന്റെ കളർ യെല്ലോ, അത് ലൈറ്റ് യെല്ലോ ഷെയ്ഡായിരിക്കും. വെറ്റ് ഡാൻഡ്രഫ് ആണ് സമയത്ത് നമ്മളെ തലയിൽ സെബം എന്ന പാർട്ടിക്കിൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾക്ക് വെറ്റ് ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ ഫോം ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഡാൻഡ്രഫ് എങ്ങനെയാണ് ഫോം ആവുന്നത്, ഡാൻഡ്രഫ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഡാൻഡ്രഫ് മെയിൻലി വരുന്നത് ഡ്രൈ സ്കാൽപ്പ്, ഓയിൽ സ്കാൽപ്പ്, സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മുടെ
നമ്മൾ യൂസ് ചെയ്ത ഏതെങ്കിലും ഹെയർ പ്രൊഡക്റ്റിന്റെ ഇറിറ്റേഷൻസ് കാരണം വരാം, അല്ലെങ്കിൽ ഫംഗൽ ഓവർ ഗ്രോത്ത് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫംഗസ് കൂടുതലായിട്ട് വരുന്നത് കാരണം, അല്ലെങ്കിൽ നമ്മുടെ വെതർ ചേഞ്ചസ്, ഇതെല്ലാം നമ്മുടെ ഡാൻഡ്രഫിന് കാരണമാണ്. അത് മാത്രമല്ല, നമ്മൾ കുളിക്കുന്നത്, ഹെയർ വാഷ് ചെയ്തത് ഇനഫ് അല്ല എങ്കിലും വരാം. അതായത് ഇപ്പൊ നമ്മൾ വീക്ക്ലി വൺസ് കുളിക്കുന്നവര്, അല്ലെങ്കിൽ വീക്ക്ലി 3 തവണ കുളിക്കുന്നവര്, അങ്ങനെയൊക്കെയുള്ള ആളുകളില് പക്ഷെ അവർ കൂടുതലായിട്ട് തല വേർക്കുന്നുണ്ടെങ്കിൽ അവർ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ടതാണ്. അതൊക്കെയാണ് നമ്മുടെ ഡാൻഡ്രഫിന് കാരണമാകുന്നത്. സോ ഡാൻഡ്രഫ് ആർക്കും ഇല്ല, ഡാൻഡ്രഫ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതെല്ലാം റുട്ടീനുകൾ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യാം. ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഈ റുട്ടീന് ഫോളോ ചെയ്യുക. അതല്ലാണ്ട് കുറച്ച് പ്രിവെൻഷൻസ് പറയാം, അതും കൂടി ഇത് ഫോളോ ചെയ്ത് നോക്കാം. ഡാൻഡ്രഫ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഞാൻ നിങ്ങൾക്ക് തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മള് നല്ല ചൂടുവെള്ളം നമ്മുടെ തലയിൽ വാഷ് ചെയ്യാൻ, ചൂടുവെള്ളം ശരിക്കും തലയിൽ വാഷ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ എന്നാലും നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ തല കഴുകുന്നവരുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഡാൻഡ്രഫിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഹോട്ട് വാട്ടർ ഹെയർ വാഷ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ ഹെയറിൽ കണ്ടീഷണർ, ഷാമ്പൂ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഇതെല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഹെയർ പ്രൊഡക്റ്റ് നിങ്ങളുടെ തലയിൽ നിന്നും ഫുള്ളി റിൻസ് ഔട്ട് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്താം. അതായത് നല്ല രീതിക്ക് ഇപ്പൊ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ എവിടെയും ഇല്ല എന്ന് ഉറപ്പുവരുന്ന രീതിക്ക് നല്ല രീതിക്ക് ഹെയർ വാഷ് ചെയ്യാം. അത് നമ്മുടെ സ്കാൽപ്പിൽ ഇല്ല എന്ന്, സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്തിട്ടോ ഹെയർ വാഷ് ചെയ്യാം. സ്കാൽപ്പിൽ അവിടെ ഇവിടെയൊക്കെ അല്ലാതുണ്ടെങ്കിൽ അത് നമ്മുടെ ഡാൻഡ്രഫിന് കാരണമാണ്. അതായത് ഡേർട്ടി സ്കാൽപ്പ്, അങ്ങനെയാണ് അതിന് പറയാം. ഡേർട്ടി സ്കാൽപ്പ് ഡാൻഡ്രഫിന് കാരണമാകും. പിന്നെ നിങ്ങൾ ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ഡെയിലി വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, സോ അതിനെ നിങ്ങൾ ഡാമേജ് ആക്കരുത് പറയുന്ന സമയത്ത് ഈ ഡാൻഡ്രഫ് നമ്മളിങ്ങനെ നല്ല രീതിക്ക് അതിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവും, ചെറുതായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഡാൻഡ്രഫ് നല്ല രീതിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ തലയിൽ നല്ല രീതിക്ക് സ്പ്രെഡ് ആവാനും കാരണമാവും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട്, ഡെയിലി ഹെയർ വാഷ് ചെയ്യുക, പക്ഷേ ജെന്റിലായിട്ട് ഹെയർ വാഷ് ചെയ്യുക. നല്ല രീതിക്ക് അങ്ങനെ അമർത്തി ഹെയർ വാഷ് ചെയ്യരുത്. അമർത്തി ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡാൻഡ്രഫിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് തല മൊത്തം അങ്ങനെ ആവും. ഓക്കെ, അതുകൊണ്ട് അതിനെ ജെന്റിലി ടേക്ക് കെയർ ചെയ്തിട്ട് ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഇത് നേരി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്, പക്ഷെ അത് എല്ലാവർക്കും നടക്കുമെന്ന് എനിക്കറിയില്ല. സ്ട്രെസ് കുറയ്ക്കാന്നുള്ളത്, സ്ട്രെസ് കുറയ്ക്കുക. അത് നമ്മളെ ഹെയർ റിലേറ്റഡ് ആണെങ്കിലും നമ്മളെ എന്ത് റിലേറ്റഡ് പറയുന്ന സമയത്ത് ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞ കാര്യമാണ് റെഡ്യൂസ് യുവർ സ്ട്രെസ്. അത് നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ നല്ല രീതിക്ക് എഫക്ട് ചെയ്യും. അത് ഡാൻഡ്രഫിനെ എഫക്ട് ചെയ്യും, നമ്മുടെ ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ എഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് റെഡ്യൂസ് യുവർ സ്ട്രെസ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഹെവി കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കാണുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കും, പക്ഷെ നമ്മളെ ഹെയറിനെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് അറിയില്ലേ, അതാണ് ഈ ഹെവി പ്രൊഡക്റ്റ്, ഹെവി ഓയിൽ അല്ലെങ്കിൽ ഹെവി ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ ഇഞ്ചിഞ്ചായി നമ്മൾ കൊന്നുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ട് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ്, മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഡാൻഡ്രഫ് ഉള്ള ആളുകൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ഹോം റെമഡീസ് പറയാം. എന്തായാലും നിങ്ങൾ ഹെയർ റിലേറ്റഡ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ ഒരു അലോവേര നിങ്ങൾ വെക്കുക. അതായത് അലോവേര ജെല്ല് ആർട്ടിഫിഷ്യലി നമ്മൾ ബോട്ടിലായിട്ട് മേടിക്കാനല്ല ഞാൻ പറയുന്നത്. അലോവേര നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നഴ്സറീസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു അലോവേരയുടെ ചെടി നമ്മുടെ വീട്ടിൽ നടുക. നമ്മളത് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഹെയറിൽ കുറച്ച് ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഹെയറിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ അലോവേര ജെല്ല് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് എല്ലാ ഹെയർ റിലേറ്റഡ് ഇഷ്യൂസിനും അലോവേര ജെല്ല് നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു അലോവേരയുടെ പ്യുവർ ജെൽ എടുക്കുക, ഒരു 20 മിനിറ്റ്സ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. നല്ല രീതിക്ക് തണുപ്പ് കിട്ടും, ഹൈഡ്രേഷൻ കിട്ടും. അതൊരു 20 മിനിറ്റ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാഷ് ഔട്ട് ചെയ്ത് കളയുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് കാരണമുള്ള ഇച്ചിങ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. ഓക്കെ, ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്കാൽപ്പ് എല്ലാവർക്കും ഏകദേശം ഒരു സൈഡ്, നമ്മൾ ഞാൻ ഈ പറയുന്ന ഐറ്റംസ് നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ആണ് ഹെയർ കംപ്ലീറ്റ് അല്ല, കാരണം നമ്മൾ ഡാൻഡ്രഫിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പം ഒരു 2 ടീസ്പൂൺ ഓയിൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ നമ്മളുടെ ലെമണിന്റെ നീരെടുക്കുക. അത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ ഓയിൽ എടുക്കുന്ന സമയത്ത് അത് ചൂട് ഓയിൽ ആയിരിക്കും കേട്ടോ, ഹോട്ട് ഓയിൽ ആയിരിക്കണേ. ഹോട്ട് കോക്കനട്ട് ഓയിൽ പ്ലസ് 1 ടീസ്പൂൺ ലെമൺ മിക്സ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കളയുക. ഇത് നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് ഡാൻഡ്രഫിൽ നല്ല രീതിക്ക് യൂസ്ഫുൾ ആണ്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ വിന്റർ ആണ് വരാൻ വേണ്ടി പോണത്. വിന്റർ സമയത്ത് ഇത് യൂസ് ചെയ്തത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ
ലെമൺ മാത്രമാണ്. അതായത് നേരത്തെ ഞാൻ ഹോട്ട് ഓയിൽ പ്ലസ് ലെമൺ പറഞ്ഞെങ്കിൽ ഇത് നാരങ്ങാനീര് മാത്രം നല്ലതാണ് സ്കാൽപ്പിന്. പക്ഷേ ഈ നാരങ്ങാനീര് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അതായത് വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ ആരാണുള്ളത് അവരെയും കൂടി ഇത് ഹെൽപ്പ് മേടിക്കണം. അതായത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ എവിടേക്കാണോ ഡാൻഡ്രഫ് ഉള്ളത് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നമുക്കിപ്പോ ഇവിടെയുള്ള പോർഷൻസ് നമുക്ക് കാണാം, പക്ഷെ ഇവിടെ എവിടേക്കാണുള്ളത് നമുക്ക് ശരിക്കും വിസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാം നമ്മുടെ സ്കാൽപ്പ് കംപ്ലീറ്റ് മസാജ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ഇത് ഡാൻഡ്രഫ് ഉള്ള ഏരിയകളിൽ മാത്രം നമുക്ക് ലെമണിന്റെ നീര്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെമണിന്റെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന നീര് മാത്രം, അല്ലെങ്കിൽ ആ അല്ലി ഉണ്ടെങ്കിൽ നമ്മൾ തല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും നമ്മുടെ ഹെയറിൽ ആ നാരങ്ങ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നാരങ്ങയല്ല ലെമൺ, ചെറുനാരങ്ങ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആരുടെങ്കിലും ഹെൽപ്പ് മേടിക്കാം. ആദ്യം നാരങ്ങ പിഴുകിയിട്ട് മാറ്റി വെച്ചിട്ട് അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ആരുടെങ്കിലും പോയിട്ട് ഡാൻഡ്രഫ് ഉള്ള ഏരിയയിൽ പോയിട്ട് എന്ത് ചെയ്യാം, അവർ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് തരാൻ വേണ്ടി പറയാം. കുറച്ച് നാരങ്ങ നീരെടുക്കുന്നു, മസാജ് ചെയ്യുന്നു. അത് നമ്മുടെ ഡാൻഡ്രഫ് ഉള്ള ഏരിയകളിൽ മാത്രം മതി, കംപ്ലീറ്റ് സ്കാൽപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം ഇത് ആരുടെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ സെറ്റാണ്. അവരുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയിരിക്കും. ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പൊ നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് പോവും, അവരുടെ തലയിൽ ഡാൻഡ്രഫ്. യോഗട്ട്, തൈര്, അത് നമ്മളുടെ ഹെയറിന് നല്ലതാണ്. ഒരു മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതും ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അത് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് അതൊക്കെ മാറ്റും. അതുപോലെ തന്നെ തല നല്ല രീതിക്ക് ഡീഹൈഡ്രേറ്റ് ആയിട്ട് നല്ല കൂളിംഗ് എഫക്റ്റും നമുക്ക് യോഗട്ട് തരും. ഇതെല്ലാം നമ്മുടെ ഹോം റെമഡീസിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് അറ്റ് ലീസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം, റൈസ് വാട്ടർ. അത് വളരെ നല്ലതാണ്. നമ്മള് കഞ്ഞിവെള്ളം പക്ഷെ കുറച്ച് സ്മെല്ലൊക്കെ സഹിച്ചേക്കണം കേട്ടോ. പക്ഷെ ഡാൻഡ്രഫിന് വളരെ നല്ല സാധനമാണ്. നമ്മൾ ഇന്ന് കഞ്ഞിവെള്ളം, അതായത് ചോറ് ഊറ്റി കഴിഞ്ഞിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവില്ല, അത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കുളിക്കാൻ നേരത്ത് മോർണിംഗ് അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ കുളിക്കുന്നത്, രാവിലെ ഉണ്ടാക്കിയ ചോറിൽ നിങ്ങൾക്ക് ഈവനിങ് ആണ് നിങ്ങൾ ബാത്ത് ചെയ്യുന്നെങ്കിൽ രാവിലെ എടുത്ത് വെച്ച് കഞ്ഞിവെള്ളം നമുക്ക് ഈവനിങ് ഉപയോഗിക്കാം. അത് കുറച്ച് നേരം ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ തലേ ദിവസം രാവിലത്തെ കഞ്ഞിവെള്ളം നെക്സ്റ്റ് ഡേ രാവിലെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ആ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം ഉണ്ട് മക്കളെ, ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് കുറച്ച് സ്മെല്ല് ഉണ്ടാവും, ബാത്റൂമിൽ സ്മെല്ല് ഉണ്ടാവും, തലയിൽ സ്മെല്ല് ഉണ്ടാവും. പക്ഷെ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് പിന്നെ ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ തലയിലേക്ക് നമ്മളുടെ ഓരോ മുടി മാറ്റി മാറ്റി അതിലേക്ക് ഒരു മാസ്ക് ആയിട്ട് നല്ല കട്ടിയായിട്ടുണ്ടാവും. കഞ്ഞിവെള്ളം എന്ന് പറയുന്ന സമയത്ത് പറയുമ്പോൾ വെള്ളമായിരിക്കും, പക്ഷെ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി പോണ സമയത്ത് ഒരു ജെല്ലി ടൈപ്പ് ആയിട്ടുണ്ടാവും. അത് നമ്മുടെ തലയിലേക്ക് നല്ല സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കൂളിംഗ് എഫക്റ്റും കിട്ടും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഒരു 4 ഹെയർ വാഷോടെ പമ്പ കിടക്കും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ എന്തും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നമ്മൾ റെമഡീസ് യൂസ് ചെയ്തിട്ട് മാറുന്നില്ല എങ്കിൽ, അത് ഡാൻഡ്രഫ് പോലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ കൂടിയാണ്. അപ്പൊ നമ്മൾ എത്ര ആന്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞ റെമഡീസ് യൂസ് ചെയ്തു, അതൊന്നും കഴിഞ്ഞിട്ട് ഒരു 4 or 6 വീക്സ്, ഇത്ര വീക്ക് കഴിഞ്ഞിട്ടും നമ്മൾ ഡാൻഡ്രഫിനെ കെയർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടും നമ്മുടെ തലേന്ന് ഡാൻഡ്രഫ് മാറുന്നില്ല, അത് സിവിയർ ആയി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ അവർ തരും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ കുറെ കാലം വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂറബിൾ അല്ല, അതായത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. അത് നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാകും. അപ്പൊ ആ സ്റ്റേജ് എത്താതെ നിങ്ങൾ നോക്കണം. പിന്നെ ഡാൻഡ്രഫ് നിങ്ങൾക്ക് അറിയില്ല, നമ്മുടെ തലയിൽ മാത്രമല്ല, അതിന്റെ സിവിയർ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ കളയരുത്. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, അതിന്റെ സിവിയർ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കൺപീലികളില്, അല്ലെങ്കിൽ ഈ ജെൻസ് ആണെങ്കിൽ അവരുടെ താടിയില്, അല്ലെങ്കിൽ നെഞ്ചില്, പിന്നെ നമ്മുടെ ഈ കഴുത്തിന്റെ ചെവിയുടെ ബാക്കില്, കഴുത്തിന്റെ ഈ വശത്ത്, അവിടെ ഒക്കെ ഡാൻഡ്രഫ് വരും. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. തലയിലുള്ള ഡാൻഡ്രഫ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡ്രസ്സിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ വരത്തില്ലേ. ഒരു ഡാൻഡ്രഫ് ഉള്ള ഫ്രണ്ട് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ആൾക്ക് കാര്യം മനസ്സിലാവും. പക്ഷെ അതല്ലാണ്ട് നമ്മൾ പബ്ലിക്കലി പോകുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിൽ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. കാണുന്ന എല്ലാവർക്കും അറിയാൻ മനസ്സിലാകും നമ്മുടെ തല ഡാൻഡ്രഫ് ഉണ്ട്. എന്തിനാ നമ്മളെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കാണിച്ചു നടക്കുന്നത്? നമ്മുടെ തല ഡാൻഡ്രഫ് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ പോരെ. മാറ്റിയതിനു ശേഷം നിങ്ങൾ ബ്ലാക്ക് ഷർട്ടോ ബ്ലാക്ക് ടീ ഷർട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ പോക്കോ. പക്ഷെ ഡാൻഡ്രഫ് ഉള്ള സമയത്ത് നിങ്ങൾ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അറിയും. നമ്മളെ തലയിലുള്ളത് അല്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒതുക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് സിവിയർ ആവുകയാണ്. അതായത് ഒരു 4-6 വീക്സ് ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഹെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കെയർ കൊടുക്കണം. ഈ പറയുന്ന റെമഡീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പാരന്റ്സ് ആരെങ്കിലും ഒക്കെ പറഞ്ഞ റെമഡീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ചെയ്തു നോക്കുക. ആന്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുക. എന്നിട്ടും മാറുന്നില്ല, ഒരു 4 to 6 വീക്സ് ആയിട്ടും ഈ ഇറിറ്റേഷൻ, ഇച്ചിങ്, ഡാൻഡ്രഫിന്റെ പണ്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി പെട്ടെന്ന് പോയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യാം. അത് മസ്റ്റ് ആണ് കേട്ടോ.
ഇപ്പൊ ഡാൻഡ്രഫ് നല്ല രീതിക്ക് നമ്മളുടെ എല്ലാവരുടെയും തലയിൽ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പോണ സമയമാണ്. അതായത് ദ വിന്റർ ഈസ് കമ്മിങ്. നമ്മുടെ മഞ്ഞുകാലം ആവുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കും. അതായത് നമ്മള് മഞ്ഞുകാലത്ത് ഈ മഞ്ഞ് വീഴാൻ വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തലയിൽ നിന്നും ഈ വെള്ളപ്പൊടികൾ വീഴുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആകും. പിന്നെ മഞ്ഞുകാലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി കുളിക്കാനൊക്കെ നല്ല തണുപ്പ് കാരണം നമുക്ക് മടിയായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഡാൻഡ്രഫ് സ്പ്രെഡ് ആകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കരുത്. ഇപ്പൊ തന്നെ ഡാൻഡ്രഫ് ഉള്ളവര് അതിന്റെ വേണ്ടിയിട്ടുള്ള റെമഡീസ് ഒക്കെ ചെയ്ത് തുടങ്ങുക. അത് നിങ്ങളെ വിന്റർ സീസണിലേക്ക് ഹെൽപ്ഫുൾ ആകും. പണ്ടുള്ളവർക്ക് ഹെയർ റിലേറ്റഡ് ഉള്ള പ്രോബ്ലംസ് വളരെ കുറവായിരുന്നു. അതായത് നമ്മുടെ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി കാലഘട്ടത്തിലൊന്നും ഈ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഡാൻഡ്രഫ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവാണ്. കാരണം ആ സമയത്ത് അത്ര പൊല്യൂഷൻ ഉള്ള ഏരിയ അല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മളുടെ ഷാമ്പു അതൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് നല്ല ഉലുവ അല്ലെങ്കിൽ നല്ല താളി അതൊക്കെയാണ് അലോവേര അതൊക്കെയായിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പം ഷാമ്പു അല്ലെങ്കിൽ ഹെയർ പാക്ക് കുറെ കെമിക്കൽസ് നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യുന്നത്. അത് കാരണമാണ് ഈ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ഇഷ്യൂസ്, ഹെയർ ഗ്രോത്ത് ചെയ്യാത്ത ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ വരുന്നത്. അപ്പൊ പണ്ടുള്ള ആ ഒരു കാലഘട്ടം എന്താണോ നമ്മൾ കുറച്ചൊക്കെ ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ട് ആ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് വളരെ നല്ലതായിരിക്കും. ഇതാണ് ഡാൻഡ്രഫിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഡാൻഡ്രഫ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതുപോലെ തന്നെ 2 ടൈപ്സ് ഡാൻഡ്രഫ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ ഫൈൻഡ് ചെയ്യുക, നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നും അതിന്റെ റെമഡീസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിന്റെ കണ്ടീഷൻ എത്രത്തോളം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒബ്വിയസ്ലി ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എനിക്ക് കമന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക എന്നോട് ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ക്ലിയർ ചെയ്ത് തരും. അത് കമന്റ്സ് കൂടുവാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇനി ഇൻസ്റ്റാഗ്രാം ID ഞാൻ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒബ്വിയസ്ലി ക്ലിയർ ചെയ്ത് തരും. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ്. 1-2 ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗ് ബോയിൽഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോട്ടീൻ കണ്ടന്റ് നല്ലതാണ്, നമ്മുടെ തലയ്ക്ക് വളരെ നല്ലതാണ്, ഹെയർ ഗ്രോത്തിനും നല്ലതാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മളുടെ ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഡാൻഡ്രഫ് ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അപ്പം സീ യു സൂൺ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.